Hi friends, this is Adira and welcome back to our channel Grow and Shine with SEO. ഇന്ന് നമ്മുടെ കുഞ്ഞനുജന്മാരും അഞ്ചത്തിമാരും എല്ലാം പഠനം എല്ലാം കഴിഞ്ഞിട്ട് റിസൾട്ട് എല്ലാം വന്നു. ഇപ്പൊ അവരുടെ മനസ്സിലെ ചിന്ത, ഞാൻ ഇനി എന്ത് കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത്, ഏത് കോഴ്സ് ചെയ്താൽ എനിക്ക് നല്ലൊരു ജോലി നേടാൻ പറ്റും, ഞാൻ സെലക്ട് ചെയ്യുന്ന കോഴ്സ് ഭാവിയിലേക്ക് പ്രയോജനം ചെയ്യുന്നതാണോ, ഇങ്ങനെ പലമാതിരി ആശങ്കയായിരിക്കും. സോ വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് പഠിച്ച് വളരെ പെട്ടെന്ന് ജോലി നേടാം, വളരെ പെട്ടെന്ന് ജോലി നേടിയാൽ തന്നെ നല്ലൊരു സാലറി പാക്കേജ് ലഭിക്കണം, ഇങ്ങനെയുള്ള ചിന്തകളാണോ നിങ്ങൾക്ക്? അല്ല, നിങ്ങൾ ഒരു പക്ഷേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, ജോലിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയി വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. 2020 ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉണ്ടായ ഒരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതിന് കാരണം ഓരോ ദിവസവും ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ വലുതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് ഒരു വലിയ കുതിപ്പാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള കോമ്പറ്റീഷൻസും വളരെ കൂടുതലാണ്. എല്ലാവരും ഇ കൊമേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വളരെയധികം യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ബിസിനസ് രംഗത്തുള്ളവരെല്ലാം പഴയ മെത്തേഡ് എല്ലാം മാറി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ ചൂസ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ലൊക്കാലിറ്റിയിൽ നമുക്ക് മാത്രം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടെന്ന് കരുതുക. വേറെ ആർക്കുമില്ല. സോ നല്ല രീതിയിൽ സെയിൽസ് എല്ലാം നടക്കുന്നുണ്ട്, വേറെ പ്രോബ്ലംസ് ഇല്ല, കോമ്പറ്റീഷൻ ഇല്ല, ഒന്നുമില്ല. എന്നാൽ അതേസമയം നമ്മളുടെ ഷോപ്പിനോട് കൂടി തന്നെ തൊട്ടടുത്ത് ഒരുപാട് ടെക്സ്റ്റൈൽ ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ വരുന്നു. അവർക്ക് നമ്മളെക്കാൾ നല്ല പ്രോഡക്റ്റ് ഉണ്ടെങ്കിലോ തീർച്ചയായും നമ്മുടെ സെയിൽസ് കുറയും. ഇത് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്തും സംഭവിക്കുന്നത്. എല്ലാവരും വെബ്സൈറ്റിൽ ഇ കൊമേഴ്സ് സൈറ്റുകളിലും സോഷ്യൽ മീഡിയ ത്രൂ അവരുടെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പലതും ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ വെബ്സൈറ്റിനെയും അതുപോലെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് ടോപ്പ് റിസൾട്ടിലേക്ക് വരാൻ പറ്റൂ. സോ അവിടെയാണ് SEOയുടെ ജോബ് വേക്കൻസിയും വരുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്നത് ഒരു സെർച്ച് എഞ്ചിൻ ആണ്, ഗൂഗിൾ എന്ന സെർച്ച് എഞ്ചിൻ. ഏറ്റവും അധികം യൂസേഴ്സ് യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ആയതുകൊണ്ട് നമുക്ക് ഗൂഗിളിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി സെർച്ച് ചെയ്ത് നോക്കാം. ഈ കാണുന്ന സെർച്ച് ബാറിൽ നമുക്ക് എന്താണോ സെർച്ച് ചെയ്യേണ്ടത് അതുമായി റിലേറ്റഡ് ആയ ഒരു വേർഡ് വെച്ച് നമ്മൾ സെർച്ച് ചെയ്യുന്നു. നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പ് എക്സാമ്പിളായി പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ബെസ്റ്റ് ടെക്സ്റ്റൈൽ ഷോപ്പ് ഇൻ കായംകുളം. ഞാനൊരു കായംകുളംകാരിയാണ്. സോ എനിക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റൈലിൻ്റെ ഡീറ്റെയിൽ ആണ് അറിയേണ്ടതെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വേർഡ് ആയിരിക്കാം സെർച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ വേർഡ് കൊടുത്ത് സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത ആ വേർഡ്, ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് ബെസ്റ്റ് ടെക്സ്റ്റൈൽ ഇൻ കായംകുളം എന്ന വേർഡ്. ഈ വേർഡിന് പറയുന്നത് കീവേഡ്സ് എന്നാണ്. ഈ കീവേഡ് കൊടുത്ത് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു പേജിലേക്കാണ് വരുന്നത്. ഈ പേജിനെ നമ്മൾ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് ബോക്സിലായിട്ട് സുമയാസ് ടെക്സ്റ്റൈൽസ് കായംകുളം അവരുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസും അവരുടെ അഡ്രസ്സും അതല്ലാതെ അവരുടെ റിവ്യൂസും എങ്ങനെ കുറേ കാര്യങ്ങൾ കാണാം. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിനെ ബിസിനസ് ലിസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ബിസിനസ് ലിസ്റ്റിങ്ങിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ ഇതിന് ശേഷം ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കുറേ അധികം ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഓൾറെഡി നമ്മൾ ഈ കീവേഡ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടും SERP പേജിനെ പറ്റിയിട്ടും കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നതിനേക്കാൾ അധികം നിങ്ങൾക്കൊരു വീഡിയോ കണ്ടാൽ മനസ്സിലാകുമെന്ന് കരുതിയിട്ടാണ്. നിങ്ങൾ എന്താണ് SEO എന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി ആ വീഡിയോ കാണാവുന്നതാണ്. സോ നമ്മൾ ഇതുപോലെ ഒരു പേജിൽ വന്നും കുറേ അധികം ടെക്സ്റ്റൈൽ ഷോപ്പുകളുടെ വെബ്സൈറ്റ് ലിങ്കും അവരുടെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഉണ്ടെന്ന് കരുതാം. പക്ഷെ നമ്മൾ ഇതുപോലെ സെർച്ച് ചെയ്ത സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് ഈ ഫസ്റ്റ് പേജിൽ വരണമെന്നില്ല. ഈ താഴെ കാണുന്ന 1, 2, 3 എന്ന് പറയുന്ന കുറേ പേജസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പേജസിൽ ചിലപ്പോൾ ലാസ്റ്റ് ഏതെങ്കിലും ഒരു 10th ആയിരിക്കാം, അല്ലെങ്കിൽ 10th ശേഷം പിന്നീട് പേജ് ഉണ്ട്. ആ പേജുകളിൽ എവിടെയെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ നമ്മളുടെ വെബ്സൈറ്റ്. നമ്മളെ ലാസ്റ്റ് പേജിൽ നിന്ന് ഫസ്റ്റ് പേജിൻ്റെ ടോപ്പ് റിസൾട്ടുകളിലേക്ക്, ഏറ്റവും ബെസ്റ്റ് 10 അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് 10ലേക്ക് നമ്മുടെ വെബ്സൈറ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് SEO എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് പേജിലുള്ള ഈ ഓൾമോസ്റ്റ് വെബ്സൈറ്റുകളെല്ലാം ഓൾറെഡി ചിലപ്പോൾ SEO വർക്ക് ചെയ്തിട്ടുള്ളവരായിരിക്കാം, SEO ടെക്നിക്സ് അവരുടെ വെബ്സൈറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇതേപോലെ ടോപ്പ് 10ലേക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് പേജിൻ്റെ ടോപ്പ് റിസൾട്ടിലേക്ക് നമ്മുടെ വെബ്സൈറ്റിനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് SEO.
ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് ഇത്രയധികം കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് എല്ലാവരും ഈ വെബ്സൈറ്റ് ത്രൂ മാർക്കറ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് SEO എന്ന ജോബിൽ തീർച്ചയായും വളരെയധികം തിളങ്ങാൻ സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് ഇത്രയധികം കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ SEO ഒരു പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾ വളരെ സെക്യൂർ ആയിരിക്കും. കാരണം അത്രയധികം വളർച്ച വരുന്നതിനനുസരിച്ച് ഒരുപാട് ജോലി സാധ്യത ഈ മേഖലയിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ഇപ്പോൾ ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി ഒരു കോളേജോ ഇൻസ്റ്റിറ്റ്യൂഷനോ ഇല്ല എന്നതാണ് സത്യം. പക്ഷേ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലെയുള്ള കമ്പനികൾ നമുക്ക് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവരുടെ കോഴ്സ് ഓൺലൈനിൽ പഠിച്ച് അവരുടെ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് നേടാവുന്നതാണ്. അതല്ലാതെ നിങ്ങൾക്ക് 3 month 6 month കോഴ്സുകൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ക്രാഷ് കോഴ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നേടാവുന്നതാണ്. എന്നാൽ നിങ്ങൾ ഈ SEO ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സ്കിൽ സെറ്റുകളുണ്ട്. സ്കിൽ സെറ്റ് മാത്രം പോരാ, അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജും നിങ്ങൾക്ക് ആവശ്യമാണ്. എന്തൊക്കെയാണ് ആ സ്കിൽ സെറ്റ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി വേണ്ടത് അനലിറ്റിക്കൽ സ്കിൽ എന്നതാണ്. അനലിറ്റിക്കൽ സ്കിൽ എന്നാൽ ഒരു വെബ്സൈറ്റിന്റെ ഓണർ SEO വർക്ക് ചെയ്യാനായി നമ്മളെ സമീപിച്ചാൽ ആ വെബ്സൈറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നതിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയണം. ആ വെബ്സൈറ്റിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയെല്ലാം ഒരു കംപ്ലീറ്റ് നമുക്ക് ആ സൈറ്റിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ, ഒരു അനലിറ്റിക്കൽ സ്കില്ല് നടത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു നല്ല SEO വർക്കർ ആവാം എന്ന് പറയാം. രണ്ടാമതായി വേണ്ടുന്നത് ലോജിക്കൽ സ്കില്ല്. അതെന്ന് വെച്ചാൽ ഓൾറെഡി അനാലിസിസ് കഴിഞ്ഞ ഒരു വെബ്സൈറ്റ്, അതിൽ എന്തെല്ലാം നിങ്ങൾക്ക് SEO വർക്ക് ചെയ്യാം, എങ്ങനെയെല്ലാം നിങ്ങൾക്ക് ആ ടോപ്പ് റിസൾട്ടിൽ എത്തിക്കാൻ പറ്റും എന്നതിനെ പറ്റിയൊക്കെ നല്ല ധാരണ ഉണ്ടാവണം. ആ വെബ്സൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് SEO വർക്ക് ചെയ്യാവുന്നതിനെ പറ്റി ഒരു ധാരണ, ഒരു ലോജിക്കലി ഒരു ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോജിക്കൽ സ്കിൽ ഉണ്ട് എന്ന് പറയാം. ഇനി മൂന്നാമത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഒരുപാട് കണ്ടന്റ്സ് നമ്മൾ മിക്കപ്പോഴും ചേർക്കാറുണ്ട്. ഈ കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത് SEOയുടെ ഒരു ഫീൽഡ് ആണ് എങ്കിൽ തന്നെയും ഇത് സെപ്പറേറ്റ് ഒരു കരിയർ ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുമുണ്ട്. നമ്മൾ SEO വർക്കിൽ കണ്ടന്റ് റൈറ്റിംഗ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നന്നായി തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഒരു കണ്ടന്റ് റൈറ്റിംഗ് സ്കില്ല് നിങ്ങൾക്ക് വേണം. അല്ല, ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഒരു കണ്ടന്റ് റൈറ്റർ ഉണ്ട്, ആ കണ്ടന്റ് റൈറ്റർ നിങ്ങൾക്ക് കണ്ടന്റ്സ് തരുന്നുണ്ട്, അപ്പൊ അയാളോട് കറക്റ്റ് ആയിട്ട് ഏതെല്ലാം കീവേഡ്സ് അതിൽ ആഡ് ചെയ്യണം, എന്തെല്ലാമാണ് അതിൽ മാറ്റം വരുത്തേണ്ടത്, ഒരു കണ്ടന്റിനെ എങ്ങനെയെല്ലാം നന്നായി ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി ഒരു ധാരണ വേണം. സോ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഇനി നാലാമത് വേണ്ടുന്നത് കൺസ്യൂമർ സ്കില്ല്. അതായത് ഒരു വെബ്സൈറ്റ് ഓണർ നിങ്ങൾക്ക് SEO വർക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് ആവശ്യം, അയാളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാനും നമ്മളുടെ SEO ഐഡിയാസ് അയാളുമായി കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്യാനും ഉള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് വേണം. അങ്ങനെ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസ്യൂമർ സ്കില്ല് ഉണ്ട് എന്ന് പറയാം. അത്യാവശ്യം വേണ്ടുന്ന ഒരു SEO സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. എന്നാൽ നിങ്ങൾ മിക്കപ്പോഴും ഒരു കമ്പനിയിൽ SEO വർക്ക് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്കിൽസ് മാത്രം പോരാ, ഇതിനോടൊപ്പം തന്നെ അവർ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ കോഴ്സ് ചെയ്തതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് മിക്കപ്പോഴും ആവശ്യപ്പെടാറുണ്ട്. അല്ല, നിങ്ങൾ ഫ്രീലാൻസ് ആയി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കിൽ പ്ലസ് എക്സ്പീരിയൻസും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തന്നെ ഈ SEO വർക്ക് ചെയ്യാം. SEOയ്ക്ക് ഒരുപാട് ജോലി സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ എന്തെല്ലാമാണ് SEO ഫീൽഡിലെ ഡെസിഗ്നേഷൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്പർ 1, SEO ട്രെയിനിങ്. അതായത് SEO കോഴ്സ് കഴിഞ്ഞു, ഫ്രഷർ ആണ്, യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാൾ, അയാളാണ് ട്രെയിനി ലെവലിലേക്ക് ചൂസ് ചെയ്യുന്നത്. അതായത് അവർക്ക് ഏകദേശം SEO ബേസിക്സ് അറിയണം, അത്യാവശ്യം കണ്ടന്റ് റൈറ്റിംഗും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരാളാണ് SEO ട്രെയിനി ലെവലിലേക്ക് അവർ ചൂസ് ചെയ്യുന്നത്. രണ്ടാമത് SEO എക്സിക്യൂട്ടീവ്. അറ്റ്ലീസ്റ്റ് 1 year എങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരു SEO വർക്കറാണ് SEO എക്സിക്യൂട്ടീവ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെടുന്നത്. അയാൾക്ക് എന്താണ് ഓൺ പേജ്, എന്താണ് ഓഫ് പേജ്, SEO ടൂൾസ് എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റിയൊക്കെ ഏകദേശം ഒരു ധാരണ വേണം. ഓൺ പേജ് ഓഫ് പേജ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട. എന്താണ് ഓൺ പേജ് ഓഫ് പേജ് എന്നതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ നമ്മൾ ഇനി ചെയ്യുന്നുണ്ട്. മൂന്നാമത് SEO അനലിസ്റ്റ്. SEO അനലിസ്റ്റ് എന്നാൽ ഒരു 1 to 2 years എക്സ്പീരിയൻസ് SEO ഫീൽഡിൽ ഉണ്ടായിരിക്കണം. ഏകദേശം SEO ടൂൾസ് എല്ലാം ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. ഓൺ പേജ് ഓഫ് പേജ് വർക്കുകൾ, കോമ്പറ്റേറ്റേഴ്സിനെ പറ്റിയിട്ടുള്ള അനാലിസിസ്, ഇതിനെപ്പറ്റി എല്ലാം നന്നായി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ അവർ SEO അനലിസ്റ്റ് പോസ്റ്റിലേക്ക് ചൂസ് ചെയ്യും. ഇനി നാലാമതായിട്ട് SEO സ്ട്രാറ്റജിസ്റ്റ്. ഒരു കംപ്ലീറ്റ് SEO വർക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. എല്ലാ SEO ടൂൾസിനെ പറ്റി ചെയ്തും അതിൽ വർക്ക് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം. അങ്ങനെയുള്ള ഒരാളാണ് SEO സ്ട്രാറ്റജിസ്റ്റിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നത്. അടുത്തത് SEO ടീം ലീഡർ.
കൂടുതലായി SEO വർക്ക് വരുന്ന കമ്പനീസിലായിരിക്കും SEO ടീം ലീഡർ വരുന്നത്. കാരണം SEO അനലിസ്റ്റിനെയും SEO സ്ട്രാറ്റജിസ്റ്റിനെയും SEO ട്രെയിനേഴ്സിനെയും എല്ലാം കൺട്രോൾ ചെയ്തു പോകേണ്ട ഒരു വ്യക്തിയാണ് SEO ടീം ലീഡർ എന്ന് പറയുന്നത്. അവരെ കൊണ്ട് എന്തെല്ലാം SEO വർക്കാണ് അവർ ചെയ്യുന്നത്, അത് കറക്റ്റ് സമയത്ത് ചെയ്യുന്നുണ്ടോ, അവരെ കൊണ്ട് ഇനി എന്തെല്ലാം ചെയ്യിക്കാൻ പറ്റും, ഇതിലെല്ലാം തീരുമാനമെടുക്കുന്നത് SEO ടീം ലീഡർ ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സീനിയർ ലെവൽ SEO മാനേജർ ആണ്. ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിൽ SEO ഫീൽഡിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും ഇത്. അത്യാവശ്യം നല്ലൊരു സാലറി പാക്കേജ് ലഭിക്കുന്ന ഒരു പൊസിഷൻ കൂടിയാണിത്. പിന്നീട് SEO ട്രെയിനർ. SEOയ്ക്ക് വേണ്ടുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളും ടൂൾസും എല്ലാത്തിനെയും പറ്റിയും നല്ലൊരു ഐഡിയാസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് SEO ട്രെയിനർ. അങ്ങനെ ഇത്രയുമാണ് നമുക്ക് സാധാരണയായിട്ട് കോമൺ ആയിട്ട് SEO ഫീൽഡിൽ വരുന്ന ഡെസിഗ്നേഷൻസ് എന്ന് പറയുന്നത്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ SEO കോഴ്സ് ചെയ്യാം എന്നതിനെ പറ്റിയും SEOയുടെ സ്കോപ്പുകൾ എന്തൊക്കെയാണെന്നതിനെ പറ്റിയും SEO ഡെസിഗ്നേഷൻസ് എന്തൊക്കെയാണെന്നതും ഒരു ഏകദേശ ധാരണ ഉണ്ടായിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തു. അതേ സപ്പോർട്ട് ഈ വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് സഹായമാകുമെങ്കിൽ നിങ്ങൾ ഷെയറും ചെയ്യുക. താങ്ക് യു. ആതിര സൈനിങ് ഓഫ്.